ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വേറൊരു രീതിയിൽ മീൻസ് കർവ് വെച്ച് വരയ്ക്കുന്നതല്ലാതെ വേറൊരു രീതി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുതരാം. ഓക്കെ. അത് പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പ് ഇത് ഇത് കാണാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇത് കാണാനുള്ള പ്രീക്വസൈറ്റ്സ് ഉണ്ട്. അതായത് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം ഒന്ന് ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അതെങ്ങനെയാണ് മീൻസ് അതിൻ്റെ കർവുകൾ വന്നേന്നോ അല്ലെ എങ്ങനെയാണ് എന്താണ് ആ ഫങ്ഷൻസ് അതൊക്കെ ഓക്കെ. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് അതായത് സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഡെറിവേറ്റീവ് അതും അറിയണം. ഇത് രണ്ടും അറിയത്തില്ലെങ്കിൽ ഇതിനുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു, കാരണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ. കാരണം ഞാൻ ഇതിൽ പറയുന്ന പല കാര്യം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് ഇവിടെ ഒന്നുകൂടെ പറയത്തില്ല. ഓക്കെ. അപ്പോൾ അത് കറക്റ്റ് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. ഓക്കെ. അത് ഞാൻ ആദ്യം എടുത്ത് പറയാം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് അപ്പോൾ ഇവിടെ തുടങ്ങാം. നമ്മളിവിടെ ബേസ് ആയിട്ട് സൈനിൻ്റെയും കോസിൻ്റെയും മാത്രമേ പറയുന്നുണ്ട്. കാരണം ടാനിൻ്റെയും കോട്ടിൻ്റെയും ഒക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. ഞാൻ ജസ്റ്റ് സൈനിൻ്റെയും കോസിൻ്റെയും വെച്ച് കാണിച്ചു തരാം. ഇത് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ വിഷ്വലി കാണിച്ചു തരിക. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് ഇക്വേഷൻസ് കാണാൻ പഠിച്ചു വെക്കാം. ഡെറിവേറ്റീവ് സൈൻ തീറ്റ എന്ത് കോസ് തീറ്റ, ഡെറിവേറ്റീവ് കോസ് തീറ്റ എന്താ മൈനസ് സൈൻ തീറ്റ. ആരോട് ചോദിച്ചാലും കാണാൻ പഠിച്ചു വെച്ചാൽ ഒരാൾക്ക് അറിയാം. പക്ഷെ ഇക്വേഷൻസ് കാണാൻ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഓരോ വട്ടം ഡിറൈവ് ചെയ്തെടുക്കാന്ന് ആരും പറയത്തില്ല. ഓക്കെ. പക്ഷെ അതെങ്ങനെ വന്നു എന്ന് നമ്മൾ അറിഞ്ഞിരുന്ന നല്ലതാ. അതായത് ദ ബ്യൂട്ടി ഓഫ് മാത്സ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് സൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ ഇവിടെ നമ്മൾ ആംഗിള് ഡിഗ്രിയിലല്ല തോനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, റേഡിയനില്ല. ഓക്കെ. ആൻഡ് ഈ സർക്കിൾ ഒരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിൾ എന്താ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് റേഡിയസ് 1. ഓക്കെ. 1 യൂണിറ്റ്, സെന്റിമീറ്ററിനോ മീറ്ററിനോ അങ്ങനെ ഒന്നുമില്ല, റേഡിയസ് 1 യൂണിറ്റ്. ഓക്കെ. നമ്മളിവിടെ സൈനിന്റെ കേസിൽ നമ്മളിത് ഇവിടെ ജസ്റ്റ് 5/4 വരെ നമുക്കൊന്ന് മൂവ് ചെയ്യാം, അതായത് 45 ഡിഗ്രി. നമ്മളിവിടെ റേഡിയനിലാണ് പറയുന്നത്. ഓക്കെ. ഈ കേസിൽ എന്താ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം നമ്മളിവിടെ സൈൻ 5/4 എത്തിയിരിക്കുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ കണ്ടോ, ഇതെന്താ? ഈ ഗ്രീൻ ഡോട്ടഡ് ലൈനാണ് സൈൻ തീറ്റ. ഓക്കെ. ഇതെങ്ങനെ സൈൻ തീറ്റ എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ കാണണമെന്ന്. ഓക്കെ. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ ആയിരിക്കും കോസ് തീറ്റ. ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അത് കണ്ടില്ല, അത് കയറി നോക്കുന്നത് നല്ലതായിരിക്കും, എന്നാലേ ഇത് മനസ്സിലാവും. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ സൈൻ തീറ്റ ഈ കാണുന്ന ലൈനാണ് സൈൻ തീറ്റ. ഇത് ഞാൻ ബേസിക്കലി ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യം, ഈ 0 നിന്ന് 90 വരെ, അതായത് 2 വരെ എത്തുമ്പോൾ സൈൻ കൂടുക കണ്ടോ. അതായത് ആ ഗ്രീൻ ലൈനിന്റെ ലെങ്ത് നോക്ക്, ആ ഡോട്ടഡ് ഗ്രീൻ ലൈനിന്റെ ലെങ്ത് നോക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതിനെ ഈ 5/6 ഈ കിടക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണ് 5/4 ലൈനിന്റെ ലെങ്ത്. അതിനെക്കാട്ടിലും കൂടുതലാണ് 5/3 ലൈനിന്റെ ലെങ്ത്. അങ്ങനെ പോയി മാക്സിമം 90-ലെത്തും. അവിടാണ് അതിന്റെ മാക്സിമം വാല്യൂ. പക്ഷെ നേരെ 0 വരുമ്പോൾ നോക്ക്, അതായത് സൈൻ 0-ൽ 0, അതായത് ഗ്രീൻ ലൈനേ ഇല്ല. ഇനി ഇവിടെ കോസിന്റെ നോക്ക്, കോസിന്റെ നോക്കിയതാണ്ടേ കണ്ടോ, കോസ് ഇവിടെ മാക്സിമം, കോസ് 0-ൽ മാക്സിമം, കോസ് 5/2 അതായത് 90-ൽ 0. ഓക്കെ. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ 0 നിന്ന് 90-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ കോസ് കുറയും, സൈൻ കൂടുവാന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. ഓക്കെ. ഇനി നമ്മുടെ പോയിന്റിലോട്ടോ. നമുക്ക് വേണ്ടുന്നത് എന്താ? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. ഡെറിവേറ്റീവ് എന്താ നമ്മൾ വന്നിട്ടുണ്ട്, സ്ലോപ്പ് അറ്റ് എ പോയിന്റ്, അതായത് ആ പോയിന്റിലെ വാല്യൂ. ഓക്കെ. ബട്ട് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ലോപ്പ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം ആ ഒരു പോയിന്റിൽ ചേഞ്ച് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ലെവലില്, അതായത് ചെറിയൊരു ഡെൽറ്റ എക്സ് മൂവ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ട് ആണ് നമ്മൾ ശരിക്കും അവിടെ സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നത്. ആ കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ. നമ്മൾ സപ്പോസ് മൂവ് ചെയ്തതായി ഒരു 5/4 വന്നിരുന്നു. ഓക്കെ. 5/4 കൊണ്ടുവച്ച സ്പെഷ്യൽ വാല്യൂ ഉണ്ടൊന്നും അല്ല, നമുക്ക് കണ്ട് കോമൺ ആയിട്ട് മാത്രം വെച്ചാൽ. എനിക്കിനി എന്താ വേണം, ഈ 5/4 നിന്നൊരു ചെറിയ ഡി തീറ്റ ആംഗിൾ മൂവ് ചെയ്യണം. ഓക്കെ. ഡി തീറ്റ ആംഗിൾ ഞാൻ മൂവ് ചെയ്യാം. ഇത് ഈ കാണുന്ന സർക്കിൾ ഇപ്പോഴേ നോക്കണ്ട, ഇത് മാത്രം നോക്കിയത്. ഓക്കെ. ഞാൻ ചെറുതായിട്ടൊന്ന് സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ടേ, ഈ കാണുന്ന നമ്മൾ 5/4 നിന്ന് എനിക്കൊരു ഡി തീറ്റ ആംഗിൾ മൂവ് ചെയ്യണം. അങ്ങനെ ഞാൻ ഡി തീറ്റ ആംഗിൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്ത്, ഈ കാണുന്ന ഗ്രീൻ ഏരിയ ഉണ്ട്, ഈ ആർക്ക്, ഞാൻ ഈ കാണുന്ന ഗ്രീൻ ആർക്ക് എന്ത് ചെയ്ത് ഈ സർക്കിളിൽ കൂടെ ട്രാവൽ ചെയ്ത്. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടോ ലൈൻ വരച്ചു. ഇതിൽ ഈ കാണുന്ന ലൈനാണ് സൈൻ തീറ്റ, ഡി സൈൻ തീറ്റ. ഓക്കെ. ഈ കാണുന്ന ലൈനാണ് ഡി കോസ് തീറ്റ. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.
ജസ്റ്റ് തിരിച്ചൊന്ന് റിവേർട്ട് ചെയ്തിട്ട് നമ്മളെ സ്ഥലത്തോട്ട് വന്ന് ഇവിടെ നോക്ക്, ഇതാ സൈൻ തീറ്റ എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് ഇൻക്രീസ് ചെയ്യല്ലോ ഈ പോയിന്റിലേക്ക് വേണ്ടി. നോക്ക്, അതല്ല ഈ ലൈൻ, ഇത് ഇവിടെ ഈ ലൈനാണ് സൈൻ തീറ്റ. അപ്പൊ നമ്മൾ ചെറിയൊരു ഡി തീറ്റ ആംഗിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ റൈസ് ചെയ്യുന്ന ചെറിയൊരു മീൻസ് എന്നാ സൈൻ തീറ്റയിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ആണ് ഡി സൈൻ തീറ്റ, അതായത് ചെറിയൊരു വേരിയേഷൻ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് കോസ് തീറ്റ. ഓക്കെ, അത് കോസ് തീറ്റയിൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. അതാ പ്രൊമോട്ടോ കോസ് തീറ്റ എന്താ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ഈ ലൈനാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പം കോസ് തീറ്റ ഇവിടം വരെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ആ കോസ് തീറ്റ. നമുക്ക് തിരിച്ച് സൈഡിലോട്ട് തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, നമ്മൾ അതായത് ബേസിക്കലി നമ്മളിതാ ഈ കാണുന്ന π/4 ന്ന് നമ്മളൊരു ഡി തീറ്റ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പം ഈ സർക്കിളിന്റെ ഈ ആർക്ക് വഴി നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു സൈൻ തീറ്റ ചെറുതായിട്ടൊന്ന് കൂടി, അതിനെയാണ് നമ്മൾ ഡി സൈൻ തീറ്റ എന്ന് വിളിച്ചത്. കോസ് തീറ്റ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ്, അതാണ് ഡി കോസ് തീറ്റ എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ചെറിയ വാല്യൂ. ഓക്കെ, നമ്മുടെ ആ ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് കണ്ടുവന്നവർക്ക് ചിലപ്പോൾ തോന്നാം നമ്മൾ ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടുന്ന് ഇത്രയും വലിയ ചേഞ്ച് ഇല്ലേന്ന്. ആക്ച്വലി ഡെറിവേറ്റീവിന്റെ കേസ് വളരെ ചെറുതാ. ഞാൻ ഇവിടുന്ന് ഇത്ര ഒരു ചേഞ്ച് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അക്കോർഡിംഗ് ടു മീൻസ് ഡെറിവേറ്റീവിന് വേണ്ടി ചെറിയ വാല്യൂ എടുത്താൽ നമുക്കത് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഈ സിസ്റ്റം കൊണ്ട് നമുക്ക് എത്ര സോൺ ചെയ്താലും കാണിക്കാൻ പറ്റത്തില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി വിഷ്വലി ഞാൻ ഇത്രയും ലെങ്ത് എടുത്തതേ ഉള്ളൂ. ആക്ച്വലി ഡെറിവേറ്റീവ് ഒരിക്കലും ഇത്രയും വലിയ വാല്യൂക്ക് സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് ചെയ്യത്തില്ലെന്നല്ല, ആക്യുറേറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, കണ്ടവർക്കറിയാം. അപ്പം ഓക്കെ, ഇനി പറയാനുള്ള കാര്യം, ഈ ലൈൻ കണ്ടോ, നമ്മൾ ഇത് പറഞ്ഞ് ഇത് ഡി സൈൻ തീറ്റയാണ്, ഇത് ഡി കോസ് തീറ്റയാണ്. അങ്ങനെയാണ് ഇതെന്താന്ന് ഞാൻ പറയട്ടെ, അതാണ് ഡി തീറ്റ. ഓക്കെ, ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും ഇതെങ്ങനെ ഡി തീറ്റ എന്ന്. ഇല്ല, അത് അങ്ങനെ സംശയിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല. ഈ കാണുന്ന ഇതേ ലെങ്ത് തന്നെ ഇത് അതുകൊണ്ട് ഡി തീറ്റ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. ഇത് ആംഗിൾ മാത്രം, ആംഗിളിന്റെ ആർക്കാ. ഇത് ഇങ്ങോട്ട് വരച്ചാൽ കാണാൻ ഇച്ചിരി ക്ലിയർ ആയിരിക്കത്തില്ല ഈ 45ന്റെ തൊട്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ഈ ആംഗിളിന്റെ ആർക്ക് വരച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെയാ ഡി തീറ്റ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ സർക്കിൾ യൂണിറ്റ് സർക്കിളാണ്. ഓക്കെ, യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസ് എപ്പോഴും 1 ഇനി റേഡിയൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ റേഡിയൻ ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, റേഡിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്താണ് റേഡിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അത് എൻ്റെ തന്നെ കണ്ടാലോ അല്ലെ വേറെ ആളുടെ കണ്ടാലോ കുഴപ്പമില്ല, എന്താ കോൺസെപ്റ്റ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു റേഡിയൻ എന്താണെന്നറിയാം, റേഡിയൻ്റെ ഇക്വേഷൻ പറയാം. റേഡിയൻ ഈക്വൽ ടു ഓക്കെ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അതാണ് റേഡിയൻ്റെ ഇക്വേഷൻ. അതായത് ഇപ്പം ഞാൻ ഈ π/4 വന്ന് നിൽക്കുന്നത്. അപ്പം ഇവിടം വരെ എത്ര റേഡിയൻ ഉണ്ടെന്ന് കൂട്ടണമെങ്കിൽ ഈ കാണുന്നത് ഈ ആർക്കിന്റെ ലെങ്ത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ആർക്കിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ റേഡിയസ് എടുത്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാലോ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും റേഡിയന്റെ ഇക്വേഷൻ എന്താണ്, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് ഈ റേഡിയസിന്റെ അതേ ലെങ്തിൽ തന്നെ ഈ ആർക്ക് വരുമ്പോഴാണ് ഒരു റേഡിയൻ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു റേഡിയന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ റേഡിയസ് ആണ്. ഓക്കെ, അപ്പം ഈ കാണുന്ന നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ നമ്മൾ മൂവ് ചെയ്തേക്കുന്ന ഡി തീറ്റ, ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്കറിയാം ഇതൊരു ആർക്ക് ലെങ്താ. ഓക്കെ, ഈ കാണുന്നത് റേഡിയസും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ റേഡിയസ് 1 ഓക്കെ, അപ്പം ഈ കാണുന്ന ഡി തീറ്റ നമ്മൾ റേഡിയനിലാണ് വിളിക്കുന്നത്. നമ്മൾ തുടക്കമേ പറഞ്ഞ റേഡിയനിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കാണുന്ന ഡി തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇൻ റേഡിയൻ. സോ ഈ കാണുന്ന ഡി തീറ്റ ഈക്വൽ ടു ദിസ് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ദിസ് റേഡിയസ്. മനസ്സിലായില്ലേ? ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഈ കാണുന്ന റേഡിയൻ ഡി തീറ്റ എന്ന് പറയുന്നത് ഈ കാണുന്ന ആർക്ക് ലെങ്ത് തന്നെ. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ അടിക്കേണ്ട, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് സർക്കിളിൽ
റേഡിയൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താന്ന് നോക്കിയാൽ മതി. ഓക്കെ, ആ റേഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ π/4 ഇവിടെ ഈ പറയുന്ന 45 ഡിഗ്രി ഇത് നമ്മൾ ഡിഗ്രിയിലാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ഈ കാണുന്ന π/4 അതേ റെപ്രസെന്റേഷൻ തന്നെ, പക്ഷെ നമ്മൾ റേഡിയനിലാണ് വിളിക്കുന്നത്. അതിന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ, നമ്മൾ റേഡിയൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. റേഡിയൻ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഈ കാണുന്ന 45 ഇല്ലേ, ഈ 45 ഡിഗ്രിക്ക് കയറി ഇവിടെ എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കണേ. എനിക്കിതാ ഇവിടെ നിന്നുള്ള ഇത്രയും ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ റേഡിയസിന്റെ ലെങ്ത് എടുത്താൽ എനിക്ക് കിട്ടുന്ന π/4 ആ. അതുകൊണ്ട് ഇതിനെ π/4 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം, പക്ഷെ നമുക്ക് വേണ്ടുന്നത് ഈ ലെങ്ത്. ഓക്കെ, ഈ ലെങ്ത്. പക്ഷെ നമുക്കറിയാം ഈ ഡി തീറ്റ ഈക്വൽ ടു ഈ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ റേഡിയസ് ആണ്. പക്ഷേ ഈ റേഡിയസ് എപ്പോഴും 1 ആ. അതുകൊണ്ട് ഈ പറയുന്ന ഡി തീറ്റ ഈക്വൽ ടു ദിസ് ആർക്ക് ലെങ്ത്. സോ ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡി തീറ്റയാ. അങ്ങനെ ഡി തീറ്റ ചെയ്ത് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി. ഇനി ഈ സർക്കിളിലോട്ടോ, ഈ സർക്കിളിലെ ട്രയാങ്കിൾ കണ്ടില്ലേ? ഇത് വലിയ ട്രയാങ്കിൾ ഒന്നുമില്ല. ഈ ട്രയാങ്കിളിനെ ഈ കാണുന്ന ഈ കൊച്ചു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് ഇച്ചുകൂടെ എക്സ്പാൻഡ് ആക്കാൻ നോക്കിയതാ. ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഇവിടുന്ന് ഇത്രയൊന്നും വലിയ മൂവ്മെന്റ് ഒന്നും ഡെറിവേറ്റീവിന്റെ കേസിൽ നടക്കുമെന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇത് ഞാൻ ജസ്റ്റ് നമുക്ക് വിഷ്വലി കാണാൻ വേണ്ടി വലുതാക്കിയെന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ തീറ്റ, ആക്ച്വൽ തീറ്റ അറിയാലോ. അതേ തീറ്റ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല? ഇത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് റൂള്. അതുകൊണ്ട് ഈ റൂള് വെച്ച് ഇതും തീറ്റ ആയിരിക്കും, അങ്ങനെയാണ് ഇതും തീറ്റ ആയിരിക്കും. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് റേഡിയസ് ആണ്. ഓക്കെ, ഈ റേഡിയസ് ആയിട്ട് നമ്മളിതാ ഇങ്ങോട്ടാ മൂവ് ചെയ്താ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ പോയിന്റിലെ സ്ലോപ്പ് വരച്ചത് ഇതൊരു ടാൻജന്റ് പോലെ ഇരിക്കും. അതായത് ഇത് ഒരു 90 ഡിഗ്രിയാ. അതെങ്ങനെ 90 ഡിഗ്രി വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ലോപ്പ് കാണാൻ ഒരു വര വരച്ച അത് ടാൻജന്റാ. സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ഈസ് എ ടാൻജന്റ്. അത് ക്ലിയർ ആയിട്ട് നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാ. അപ്പം ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ ഞാൻ വെള്ള കളർ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ കാണുന്ന വെള്ള 90 മൈനസ് തീറ്റ. ഓക്കെ, ഇത് നമ്മുടെ ഒരു ട്രയാങ്കിൾ വന്നേക്കോ. ഈ ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രിയാ, ഇത് 90 മൈനസ് തീറ്റ. അങ്ങനെ ഇതെന്തായിരിക്കും? തീറ്റ. ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കറിയാലോ ട്രയാങ്കിളിന്റെ 3 സൈഡും കൂട്ടിയാൽ എന്താ കിട്ടും? 180. നമ്മുടെ കയ്യിൽ ഒരു ആംഗിൾ 90 മൈനസ് തീറ്റ ഉണ്ട്, ഒന്ന് 90 ഉണ്ട്. അതുകൊണ്ട് ഈ ആംഗിളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഈ ആംഗിൾ. അപ്പോൾ എന്താണ്, ആംഗിൾ പ്ലസ് 90 ഡിഗ്രി പ്ലസ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു 180. സോൾവ് ചെയ്ത് തന്ന ആംഗിൾ തീറ്റ തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ദാണ്ട് ഇത് തീറ്റയാണ് കിട്ടിയേ. ഓക്കെ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഈ ട്രയാങ്കിളിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, വലുതാക്കാം. ഓക്കെ, ഒന്നുമില്ല, നമ്മളിത് ഇവിടെ കണ്ട് ഈ ട്രയാങ്കിളിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ. ഓക്കെ, ഇനി ഈ കാണുന്നത് ഡി തീറ്റ. എങ്ങനെ വന്നാൽ നമ്മൾ വന്നില്ല. അതായത് ഈ കാണുന്ന കൊച്ച് ഈ ലൈനാണ് ഡി തീറ്റ. അതിനെയാണ് നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ചത്. അതിന്റെ വലിയ എക്സ്പാൻഡഡ് വേരിയന്റ് ഇതും ഡി തീറ്റ. ഇത് എങ്ങനെ ഡി സൈൻ തീറ്റ എന്നും ഇത് ഡി കോസ് തീറ്റ എന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഡി കോസ് തീറ്റ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നയാ, ഇവിടെ ഡി സൈൻ തീറ്റ കൂടി വന്നുകൊണ്ടിരുന്ന. ഓക്കെ, ഇനി അതെല്ലാം കൂടെ. ഇനി ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യും. ഈ ട്രയാങ്കിളിന് നമ്മൾ പൈതഗോറസ് തിയറം എടുത്താൽ, ഓക്കെ, ഈ തീറ്റ നോക്കിയിട്ട് ഈ തീറ്റയുടെ സൈൻ തീറ്റ എന്താ? ഇത് ഈ തീറ്റ കൺസിഡർ ചെയ്താൽ ഈ തീറ്റയുടെ സൈൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി തീറ്റ. അത്രയും മാത്രം കിട്ടിയോ? ഇത് സൈൻ തീറ്റ, ഈ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഓപ്പോസിറ്റ് സൈഡ് ഡി കോസ് തീറ്റ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡി തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഡി തീറ്റ എന്നായി. ഓക്കെ, ഡി കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഡി തീറ്റ. ജസ്റ്റ് നിങ്ങളുടെ പേപ്പറിലൊന്ന് എഴുതി നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ഞാൻ ആ പേപ്പറും കൂടെ ഒന്ന് എഴുതണം. ഏത് പറഞ്ഞ എന്താ, ഈ കാണുന്നതാണ് നമ്മുടെ തീറ്റ. ഈ തീറ്റയെ വെച്ച് നോക്കുമ്പം സൈൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി തീറ്റ.
അതായത് സൈൻ തീറ്റ ഈക്വൽ ടു ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡി കോസ് തീറ്റ ഈക്വൽ ടു പറയും സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി ചെറിയൊരു ക്യാച്ച് ഉണ്ട്. ഇവിടെ കോസ് തീറ്റ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ കോസ് തീറ്റയ്ക്ക് നെഗറ്റീവ് സൈൻ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരും. അതായത് അതെങ്ങനെ നമ്മൾ നോർമൽ പൈതഗോറസ് തിയറം എടുത്തപ്പോൾ നമ്മൾ എന്താ നെഗറ്റീവ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ചിലപ്പോൾ എല്ലാം പോസിറ്റീവ് ആണല്ലോ, ഒന്നും നെഗറ്റീവ് അല്ലല്ലോ. ഇവിടെയും കോസ് 0 ആയിട്ടില്ലല്ലോ, കോസ് സ്റ്റിൽ ഉണ്ടല്ലോ. പക്ഷെ അതല്ല, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മളത് പഠിച്ചത് പൈതഗോറസ് തിയറം എന്താണെന്ന് പറഞ്ഞു തരാനുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ട്രയാങ്കിളിന്റെ കാര്യം പറഞ്ഞ. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനല്ല. ഇവിടെ നമ്മൾ തീറ്റയിൽ ഇരുന്ന ട്രയാങ്കിളിൽ മീൻസ് ഒരു സർക്കിളിൽ തീറ്റയിൽ ഇരുന്ന ഒരു ആംഗിൾ നമ്മൾ ഡി തീറ്റ മൂവ് ചെയ്തു. അപ്പൊ തീറ്റയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡി തീറ്റ മൂവ് ചെയ്താൽ ആക്ച്വലി സൈൻ തീറ്റ അവിടെ കൂടിയും കോസ് തീറ്റ കുറയുകയും ചെയ്തു. സോ ആക്ച്വലി കോസ് തീറ്റ കുറഞ്ഞുകൊണ്ടിരിക്കുക, സൈൻ തീറ്റ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അങ്ങനെയെന്ന്. അതായത് നമ്മൾ നമ്മുടെ തീറ്റയിൽ നിന്ന് ഡി തീറ്റയിലോട്ട് മൂവ് ചെയ്തപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ ആക്ച്വലി കുറഞ്ഞു. കോസ് തീറ്റ സ്റ്റിൽ പോസിറ്റീവ്. ഓക്കെ, ആ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാ. ബട്ട് കോസ് തീറ്റയുടെ വാല്യൂ നമ്മുടെ തീറ്റയിൽ നിന്ന് ഡി തീറ്റയിലോട്ട് മൂവ് ചെയ്തപ്പം കുറഞ്ഞു. മനസ്സിലായോ? പക്ഷേ സൈൻ തീറ്റ കൂടി. അതുകൊണ്ട് അവിടെ കോസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടുത്തെ സൈൻ തീറ്റ കൺസിഡർ ചെയ്ത ഓപ്പോസിറ്റ് സൈഡ് കോസ് തീറ്റയ്ക്ക് ഡി കോസ് തീറ്റയ്ക്ക് വരെ നെഗറ്റീവ് ഡി കോസ് തീറ്റ ആണ് എടുക്കുന്നത്. ഇനി അത് ഇക്വേഷനിലോട്ടൊന്ന് ഇട്ട് നോക്ക്. സൈൻ തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ഡി കോസ് തീറ്റ ഡിവൈഡ് ബൈ ഡി തീറ്റ. സോ നെഗറ്റീവ് ഡി കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഡി തീറ്റ. സോ ഡി കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. ഇതല്ലേ ഇക്വേഷൻ? ഇതല്ലേ കോസിന്റെ ഡെറിവേറ്റീവ് അല്ലേ നമ്മളിപ്പോ പറഞ്ഞ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, മനസ്സിലായോ? ഇനിയല്ലേ നിങ്ങൾക്ക് എന്നാ ചോദിക്കാം, വേറൊരു കാര്യം ചെയ്യാം. എന്നതാ ഇവിടുന്ന് നമ്മൾ തീറ്റ മേലോട്ട് മൂവ് ചെയ്തപ്പോൾ അല്ലേ ഇഷ്യൂ ആയത്, എന്നാൽ തീറ്റ താഴോട്ട് മൂവ് ചെയ്താൽ എന്താണ്? എന്നാലും പറഞ്ഞുതരാം. തീറ്റ താപ്പോട്ട് മൂവ് ചെയ്താൽ വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ സൈൻ കുറയും, കോസ് കൂടും, സൈൻ കുറയും. അപ്പൊ എന്ത് പറ്റും? അവിടെ സൈനിന് ഓൾറെഡി വേറെ നെഗറ്റീവ് വരും. ഓക്കെ, അപ്പൊ ഈ കോസിന് കിട്ടാത്ത നെഗറ്റീവ് അവിടെ സൈനിന് കിട്ടും. സ്റ്റിൽ അത് അവസാനം നെഗറ്റീവ് തന്നെ ഇപ്പോ. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതേ ട്രയാങ്കിളിന്റെ എൻലാർജ് ചെയ്യാം. ഈ കാണുന്ന അതേ ട്രയാങ്കിളിന്റെ കോസ് തീറ്റ എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി വന്ന് സൈൻ തീറ്റ പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു ഡി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡി തീറ്റ. ഓക്കെ, അങ്ങനെയാണ് ഡി സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഡി തീറ്റ. നോക്ക്, ഡെറിവേറ്റീവ് സൈൻ തീറ്റ എന്താ? കോസ് തീറ്റ. അത് നമുക്ക് കിട്ടിയേ. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഈ ഇമേജ് വെച്ച് കിട്ടും. ഓക്കെ, ഇത്രയും ഞാൻ മീൻസ് തുടക്കം തൊട്ടേ ഇത്രയും പറഞ്ഞു വന്നത് ഇതെങ്ങനെ ഡി തീറ്റയായി, ഇതെങ്ങനെ ഡി സൈൻ തീറ്റ, ഇതെങ്ങനെ ഡി കോസ് തീറ്റ എന്ന് പറയാനായിട്ടും ഇതെങ്ങനെ തീറ്റയായി 90 മൈനസ് തീറ്റ എങ്ങനെ, അതൊക്കെ പറയാനായിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ട്രയാങ്കിളിലെത്തി ഇത് പറഞ്ഞു തരാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ട്രയാങ്കിൾ നമ്മൾ എത്തണ്ടേ, അതിന് എത്ര സമയം എടുത്ത. ഓക്കെ, ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് നോക്കാം. കോംപ്ലിക്കേറ്റഡാ, പക്ഷെ ഇങ്ങനെ ജസ്റ്റ് എനിക്ക് ഒരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തള്ളാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളു സംഭവം. അതായത് ഇന്ന് നമ്മുടെ പലയിടത്തും ചെയ്യാത്തൊരു കാര്യമുണ്ട്. ജോമെട്രിക്കലി നമുക്ക് കാണിച്ചു തരത്തില്ല ഇതെങ്ങനെയാ വരുന്നതെന്ന്. നമ്മളിത് മറക്കത്തില്ല. ഓക്കെ, ഞാൻ കാര്യമായിട്ട് പറയാം. നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി പഠിച്ചോണ്ടല്ലോ, ഒരിക്കലും മറക്കത്തില്ല. എവിടെ ഇത് കാണാൻ പിടിച്ചെന്ന് വെക്കേണ്ടെന്ന് ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തൊട്ട് നമ്മളെ വീഡിയോ ഞാൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് ഓൾറെഡി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഡെറിവേറ്റീവ് വ്യൂവിൽ എങ്ങനെയാണ് ഈ സ്ലോപ്പ് വരയ്ക്കുമ്പോൾ, അതായത് എങ്ങനെയാണ് ഈ കാണുന്ന സൈനിന്റെ സ്ലോപ്പ് ലൈൻ ഈ പറഞ്ഞ കോസ് ലൈൻ ആയെന്ന് അവിടെ ഞാൻ പ്രത്യേകം ഇത് മനസ്സിലായില്ലെങ്കിൽ, ഇനി അങ്ങോട്ട് പറയുന്ന മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നേ വിട്ടേര്, അല്ലെങ്കിൽ ഇത് അറിയണം തോന്നിയാൽ കഴിഞ്ഞത്തെ വീഡിയോ കണ്ടാൽ മതി. അതായത് എങ്ങനെയാണ് സ്ലോപ്പ് വരച്ചെത്തുന്നത്, അതായത് ഒരു കർവിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്ലോപ്പ് വരച്ചെത്തുന്നതെന്ന്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അതായത് എനിക്കൊന്നും ആദ്യം ഇതൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു കർവ് കണ്ട ഇങ്ങനെ ആയിരിക്കും അതിന്റെ സ്ലോപ്പ് പോവാൻ പോകുന്നത്. അപ്പൊ ആ സ്ലോപ്പിന്റെ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് വേറൊന്ന് വരയ്ക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ വരച്ചെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ടു ബി വെരി ഫ്രാങ്ക്. അപ്പൊ എന്താ നമുക്ക് പല കോംപ്ലിക്കേറ്റഡ് കർവും വരച്ച് ഇതുപോലെ അതിന്റെ സ്ലോപ്പ് കാണാൻ പറ്റും. ഇപ്പൊ അതാ ജസ്റ്റ് നോക്ക്,
ഈ പോകുന്ന ലൈനിൽ കൂടെ ഞാൻ ചേർന്ന് എങ്ങനെ അതിന്റെ സ്ലോപ്പ് വരയ്ക്കുന്നതെന്ന്. ഓക്കെ, ഇത് കണ്ടില്ലേ, തൊട്ട് മുമ്പുള്ള വീഡിയോ ഉണ്ടായി ഇതുപോലെ തന്നെ കോസ് തീറ്റയുടെ ഇതാണ്ട് നോക്ക്. നിങ്ങൾ ആ ലൈനിൽ കൂടെ എങ്ങനെ സ്ലോപ്പ് വരച്ച് വന്നതെന്ന് കണ്ട്. ഈ രണ്ടെണ്ണം ഞാൻ കറക്റ്റ് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയത്തില്ല, കാരണം ഇവിടെ പറഞ്ഞ ഇത് ഒരുപാട് കൂടും. ഓക്കെ, അത് പോയി കണ്ടാൽ മതി. അപ്പൊ ഞാൻ ആക്ച്വലി ചെയ്യുന്ന ടാനിന്റെയും കോട്ടിന്റെയും ഒന്നും അവിടെ ക്ലിയർ ആയിട്ട് മീൻസ് പെട്ടെന്ന് കാണിച്ചു പോയി. ഞാൻ ഇവിടെ ജസ്റ്റ് അത് കാണിച്ചു തരാം. ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു നോക്കാം. അതായത് എങ്ങനെയാണ് ആ കർവിൽ കൂടെ സ്ലോപ്പ് വരയ്ക്കുന്നതെന്ന് നോക്കിയാൽ മതി. കണ്ടോ, കണ്ട എങ്ങനെയാണ് ആ കർവിൽ കൂടെ സ്ലോപ്പ് വരച്ചു പോകുന്നതെന്ന് മാത്രം നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഓക്കെ, കണ്ടോ, കണ്ട അവിടുന്ന് ഭയങ്കരമായിട്ട് കൂടി കിടന്ന സ്ലോപ്പിൽ നിന്ന് കുറഞ്ഞ് ഒരു പോയിന്റ് എത്തി ഇതാ വീണ്ടും കൂടി പോകുന്നു. ഓക്കെ, അതെങ്ങനെയാണ് ആ കർവിൽ കൂടെ തന്നെ വരയ്ക്കുമ്പോൾ ഇത് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഈ കർവിൽ കൂടെ സ്ലോപ്പ് നമ്മൾ വിഷ്വലി കണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഞാൻ കോട്ടിന്റെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇത് കണ്ടാൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുന്നുണ്ട്. ഈ കർവിൽ കൂടെ അങ്ങനെ ഇറങ്ങി വരുന്നതിന്. ഓക്കെ, അവിടെ കൂടി ഒരു വാല്യൂന്ന് ഒരു പോയിന്റ് 0 ഒന്നും ആയില്ല ഇവിടെ, എന്നിട്ട് വീണ്ടും കൂടി പോകുന്നു. പക്ഷെ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതൊക്കെ എങ്ങനെ നോക്കേണ്ടതെന്ന് ഞാൻ ഇന്ന് മുമ്പുള്ള ഡെറിവേറ്റീവിന്റെ വീഡിയോയിലും തൊട്ട് മുമ്പുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞു. ഓക്കെ, ഇത് മനസ്സിലായില്ല നിങ്ങൾ അധികം അങ്ങ് മീൻസ് അങ്ങനെ കൺഫ്യൂഷൻ ആവണമെന്നില്ല. കാരണം ഇത് തുടക്കം തൊട്ടേ എന്തായാലും ഫുള്ള് സാധനം നോക്കി വന്നാൽ ചിലപ്പോൾ മനസ്സിലായി വരും. ഓക്കെ, ഞാനത് എല്ലാവരും അങ്ങനെ കണ്ട് പഠിക്കണം എന്ന് ഉദ്ദേശിച്ച ഒരു കോൺസെപ്റ്റിൽ അത് അങ്ങനെ ചെയ്തു വന്ന്. പക്ഷെ ഞാൻ എല്ലാവരെയും ഫോഴ്സ് ചെയ്യൂല അങ്ങനെ പോണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പൊ അങ്ങനെ വന്നവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാവട്ടെ എങ്ങനെയാണ് കണ്ട കർവിൽ കൂടെ സ്ലോപ്പ് വരച്ച് ഇറങ്ങുന്നത്. ഈ നീല ലൈൻ കണ്ട് പേടിക്കണ്ട, ആ കർവിൽ കൂടെ വരുന്ന സ്ലോപ്പിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് പോയി നീല ലൈൻ തന്നെ കിട്ടും. ഇത്രയേ ഉള്ളൂ സാധനം. കോസീക്കിന്റെ കൂടെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു നിർത്താം. ഇങ്ങനെ പോയാൽ ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു കർവിൽ കൂടെ എങ്ങനെയാണ് വരച്ചു പോകുന്നത് ഇതിൽ തന്നെ നോക്ക്. സ്ലോപ്പ് ഹയ്യർ ഒരു വാല്യൂന്ന്. ഓക്കെ, അടുത്ത സൈക്കിളിൽ കാണിച്ചു തരാം. ആണ് സ്ലോപ്പ് ഒരു ഹയ്യർ വാല്യൂന്ന് കുറഞ്ഞ് 0-ലെത്തി വീണ്ടും കൂടി പോകുന്നു. ഓക്കെ, ഹയ്യർ വാല്യൂ എന്ന് പറഞ്ഞ് നേരത്തെ ഹയ്യർ വാല്യൂ എന്ന് പറഞ്ഞത് നെഗറ്റീവിന്ന് 0-ലെത്തി പിന്നെ പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിളാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സ്ലോപ്പ് നമ്മൾ അറിയാൻ നിന്ന് സിമ്പിളാണ്. ഓക്കെ, ചിലതൊക്കെ കോംപ്ലിക്കേറ്റഡാ. പക്ഷേങ്കിൽ അതിന്റെ ബേസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വട്ടം തൊട്ട് കാണാൻ പഠിക്കാൻ നമുക്കൊന്ന് തോന്നും, ഓ ഇതിങ്ങനാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയും പാടൊന്നുമില്ല. ആ ഒരു ചെറിയ സാധനം കിട്ടിയ ഇത്രയും പാടൊന്നുമില്ല, മനസ്സിലാക്കിയതെല്ലാം മനസ്സിലാവുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.